ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിലെ കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് അപ്ഡേറ്റിനെ കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും അറിയും എന്താണ് സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാവരും സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. നമുക്ക് നമ്മുടേതായ സ്റ്റിക്കറുകൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചും ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച്, അതിന് ശേഷം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷനും. ഈ രണ്ട് ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മായ്ച്ച് കളയാനാണ്. അതായത് സ്റ്റിക്കർ ആകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോട്ടോകളായിരിക്കും സ്റ്റിക്കറിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയണം. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് PNGയിലേക്ക് സേവ് ചെയ്താണ്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം ഒരേ കളറുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് കാണിക്കുക. ഇതിൽ ഫസ്റ്റ് നമ്മൾ ലോഡ് എ ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻ ചോദിക്കും, അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗാലറിയിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ സ്റ്റിക്കർ ആക്കേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ എറേസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകളൊക്കെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് ഓട്ടോ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് എറേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എറേസായി പോയി. ഇനി നമ്മൾ മുകളിൽ കാണുന്ന ഡൺ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിൻഡോയിലെത്തും. ഇതിൽ നമ്മൾ എഡ്ജുകൾ സ്മൂത്ത് ചെയ്യാൻ, അപ്പോൾ അത് എറേസായി പോയ എഡ്ജ് ഭാഗങ്ങൾ നമുക്ക് സ്മൂത്ത് ചെയ്യാനാണ്. ഇതൊരു 5 ഇട്ടാൽ മതി. 5 ഇട്ടതിന് ശേഷം മുകളിലുള്ള സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ഫിനിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. PNG ഇമേജായിട്ട് സേവ് ആയിട്ടുണ്ടാവുക. അതായത് PNG ഇമേജ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജിനെയാണ് PNG ഫോർമാറ്റുള്ള ഇമേജ്. അപ്പോൾ ഈ PNG ഇമേജിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ആ ആപ്ലിക്കേഷനിൽ നിന്ന് സേവ് ചെയ്തിട്ടുള്ള ആ ഇമേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഇങ്ങനെ ഇവിടെ ലിസ്റ്റായിട്ട് വരും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിനെ സ്റ്റിക്കറായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റിക്കർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ആഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു മിനിമം 3 PNG ഇമേജെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റിക്കറായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ മറ്റേ ആപ്ലിക്കേഷൻ അതായത് ബാക്ക്ഗ്രൗണ്ട് എറേസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ 2-3 ഫോട്ടോ കൂടി ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തുകൊണ്ട് PNGയിലേക്ക് സേവ് ചെയ്തിടാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള മുഴുവൻ PNG ഇമേജുകളും നമുക്ക് ഇവിടെ വീണ്ടും ലിസ്റ്റായിട്ട് വരും. അപ്പോൾ മിനിമം 3 PNG ഇമേജ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 3 ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വലത് സൈഡിലുള്ള ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് കാണിക്കും, വുഡ് യു ലൈക്ക് ടു ആഡ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ജസ്റ്റ് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റിക്കർ ലിസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകൾ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇമോജികൾ സെൻഡ് ചെയ്യുന്ന ടാബിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു സ്റ്റിക്കറിൻ്റെ ഐക്കൺ. ആ സ്റ്റിക്കറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറുകളൊക്കെ കാണാം. ഒപ്പം നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായി ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിക്കർ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലേക്ക് നമ്മൾ നമ്മുടെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് PNG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ ആ ആപ്ലിക്കേഷനിലേക്ക്, അതായത് പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഇട്ടുകൊണ്ട് സ്റ്റിക്കർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഫോട്ടോ ആണ് നമുക്ക് സ്റ്റിക്കർ ആക്കേണ്ടത് ആ ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ പോയിട്ട് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ അത് ബ്രൗസ് ചെയ്യുക. അതിനുശേഷം പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്.
കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റിക്കറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത്. കട്ടിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കൺട്രോൾ എൻ്റർ അടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ന്യൂ പേജ് എടുക്കാം. ന്യൂ പേജ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, അതായത് അതിൻ്റെ താഴെയായിട്ട് ന്യൂ പേജ് എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണിക്കുന്നത് അത് ട്രാൻസ്പെറൻറ്റ് നോക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഇമേജിനെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ന്യൂ പേജിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആശംസകൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്യുക. അതിന് നമുക്കതൊന്ന് കറക്റ്റ് സൈസാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് ക്രോപ്പ് ചെയ്യണം. ടൂൾ ബോക്സിൽ നിന്ന് ക്രോപ്പ് ടൂൾ എടുത്തിട്ട് അത് കറക്റ്റ് സൈസിലൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് PNG ആയിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് ആ പേര് ഈ ഇമേജിന് കൊടുക്കേണ്ടത് ആ പേര് കൊടുക്കുക. അതിനുശേഷം താഴെ PST എന്നായിരിക്കും ഡീഫാൾട്ടായിട്ട് അതിൻ്റെ ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്കുള്ള സ്ക്രോൾ ലിസ്റ്റിൽ നിന്നും PNG എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോപ്പി ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ആ ഇമേജുകൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോപ്പി ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്ക് കോപ്പി ചെയ്ത ഇമേജ് അതിൽ വരും ഓട്ടോമാറ്റിക്. ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ സ്റ്റിക്കർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടും സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ രണ്ട് രീതിയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.